ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജ് ചിക്കൻ കുറുമയാണ്. അതിനു വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കനാണ് ഞാനവിടെ എടുത്തിട്ടുള്ളത്. 9 കാഷ്യൂനട്ട്സും 5 ബദാമും 1/2 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇനി നട്ട്സ് നമുക്ക് 1/2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ശേഷമാണ് തേങ്ങയും ചേർത്ത് പേസ്റ്റ് ആക്കുന്നത്. ഈ ഒരു അരപ്പാണ് നമ്മുടെ ഈ കുറുമയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി കുറുമ തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പോട്ട് സ്റ്റൗവിൽ വെക്കുക. ചൂടായതിനു ശേഷം 2.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. 2 ഏലക്ക, 2 ഗ്രാമ്പു, 1 പീസ് പട്ട ചേർത്ത് കൊടുക്കുക. ഇനി 1/2 കപ്പ് വലിയുള്ളി ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ബ്രൗൺ കളർ ആവുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ശേഷം ഇതിലേക്ക് 2 വലിയ വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചിയും 2 പച്ചമുളകും കൂടി കൂട്ടി ചതച്ചെടുത്തതാണ്. വെളുത്തുള്ളി ചെറുതാണെങ്കിൽ 6 എണ്ണം വരെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരിക്കലും അരച്ച് ചേർക്കരുത്. അരച്ച് ചേർത്താൽ അതിൻ്റെ പച്ചമണം പോകാൻ കുറേ ടൈം എടുക്കും. ഇതിപ്പോൾ ചതച്ച് ചേർത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടിക്കോളും. ശേഷം ഇതിലേക്ക് ഗ്രീൻ ബെൽ പെപ്പർ ചെറുതായി ചോപ്പ് ചെയ്തതാണ് 1/4 കപ്പുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ബെൽ പെപ്പർ യെല്ലോയും റെഡും ഉണ്ടെങ്കിൽ അതൊക്കെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കാരണം 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അപ്പം അത് നോക്കി നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുവരെ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. അധികം പുളിയില്ലാത്ത തൈരാണ്. 1/2 കിലോ ചിക്കനിക്ക് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയുള്ളതാണെങ്കിൽ അതൊരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം നമുക്കിത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ വെള്ളമെല്ലാം ഇറങ്ങിക്കോളും. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്.
ഇനി 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാവുന്നതാണ്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ലിഡ് തുറന്ന് നോക്കാം. ചിക്കൻ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. മുഴുവനായും വേവേണ്ട ആവശ്യമില്ല, കാരണം അരപ്പിൽ കിടന്ന് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങയും നട്ട്സും ചേർത്ത് കൊടുക്കാം. ബദാം ചേർത്ത് കൊടുക്കണം എന്നില്ല. ഇനിയിപ്പോൾ കാഷ്യൂ നട്ട്സ് മാത്രമായാലും കുഴപ്പമില്ല. തേങ്ങയും കാഷ്യൂ നട്ട്സും ബദാമും കൂടിയും ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കുറുമ ഒന്ന് റിച്ച് ആവും. അതിന് വേണ്ടിയിട്ടാണ്. ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ടു 1/2 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി 8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഈ അരപ്പിൽ കിടന്നൊക്കെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എരിവ് വേണ്ടവർക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എട്ട് മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പാകത്തൊരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് നമ്മുടെ കുർമ. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ വെജ് ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കുറുമയാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.